കടപ്പുറം ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു വൈകല്യത്തോട് ജനിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വിദഗ്ധ സംഘം കുഞ്ഞിനെ പരിശോധിച്ചു. വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ തൃപ്തി അറിയിച്ചു കുടുംബം. തുടർ ചികിത്സ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും തീരുമാനം. ചികിത്സാ രേഖകൾ സംഘം പരിശോധിച്ചു. കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വന്ന് അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. ഇനി അവർ അന്വേഷണ സംഘം ആരോഗ്യമന്ത്രിക്ക് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുന്നത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി ചികിത്സയും കാര്യങ്ങളും ഉണ്ടാകുക. ഇപ്പം നിലവിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൽ ഞങ്ങൾ തൃപ്തരാണ്. അവർ എല്ലാവിധ പരിശോധനകളും ചെയ്യാനായിട്ടുള്ള സംവിധാനം ആലപ്പുഴയിൽ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. ഇവിടെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. തുടർ ചികിത്സയുടെ കാര്യത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് തുടർ ചികിത്സയുടെ ഇപ്പോൾ മന്ത്രി ബാലഗോപാൽ സംസാരിക്കുന്നുണ്ട്. തത്സമയം തെറ്റായ കാര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാവും. അതിന്റെ കാര്യങ്ങളിൽ ആ റിപ്പോർട്ട് ഇന്നിപ്പോൾ പുറത്തുനിന്നവരെ BMW കാറുള്ള ആൾക്കാരുണ്ട്. അല്ല, അതൊക്കെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടല്ല, ബോധപൂർവം ഉണ്ടാവുന്നതാണ്. ഈ സൂചിപ്പിച്ച കോട്ടക്കൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് അത് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പൈലറ്റ് അടിസ്ഥാനത്തിൽ ചില പരിശോധനകൾ നടത്തും, റാൻഡം ചെക്കിങ്. കാരണം ഇത്രയേറെ ആളുകളുണ്ട് അതിനകത്ത്. ഈ 1 ലക്ഷം രൂപയാണ് വരുമാനം, അങ്ങനെയുള്ള പല ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ അല്ലാതെ മേടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്ത ആളുകൾ, അത് കൊടുത്ത് വാങ്ങുന്ന ആളുകൾ, അതിൻ്റെ ഉത്തരവാദിത്വം വഹിച്ച ഉദ്യോഗസ്ഥരൊക്കെ അത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അതുകൂടെ കൊടുത്തതേ ഉള്ളൂ. അത് അത്തരം അല്ല, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ട് അത് ഉദ്യോഗസ്ഥ അത് വേറൊരു കേസാണ്. രണ്ട് തരം കേസുകളാണ്. അപ്പോൾ അത് സംബന്ധിച്ച് അതും നോക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടേ ഉള്ളൂ. സ്പാർക്കിൽ ക്രമക്കേടൊന്നും പറയാൻ പറ്റില്ല. സ്പാർക്ക് ക്രമക്കേടല്ല. അതിപ്പോൾ ഇത് ഓരോ കേസെടുത്ത് നോക്കിയാൽ അറിയൂ. ഇപ്പോൾ ഒരാൾ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞുള്ള പെൻഷൻ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പൊതുവിൽ ഇനി അത്തരം ഫോർജറി ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ അവർ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഓരോ വർഷവും അവർ മസ്റ്ററിങ് നടത്തുമ്പോഴത്തേക്കും ഞാൻ മറ്റൊന്നും വാങ്ങുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് മസ്റ്ററിങ് നടത്തുന്നത്. ആ ഉത്തരവാദിത്വം അവർ കാണിച്ചിട്ടുണ്ടോ? അപ്പം എല്ലാവരും ഇത് ഇത്രയും കാലം മേടിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇത്രയും വലിയ കേസാണല്ലോ. 1400 ചില്ലാനും പേരുടെ എന്ന് പറഞ്ഞാൽ വരുമ്പോൾ അത് നോക്കേണ്ടത് ആ വകുപ്പുകളാണ്. അതാണ് സംഘടന പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ 1458 പേരുടെ ജീവനക്കാരുടെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മൊത്തം സർക്കാർ ജീവനക്കാരെയും പേരുകൾ പുറത്തുവിടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു സംഘടനയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. എന്തിനാണ് അവർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു മുനിസിപ്പാലിറ്റിയിൽ, ഞാൻ ഒരു മുനിസിപ്പാലിറ്റി എൻ്റെ അടുത്ത് പല സ്ഥലത്തും ഉള്ളതുകൊണ്ട് അതൊന്നും അങ്ങനെ വെറുതെ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പറയാത്തത്. നമ്മളിപ്പോൾ ആളുകളുടെ പേരുകൾ കൃത്യമായി അന്വേഷിക്കാതെ, പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട്, എന്നാലും ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ അത് പരിശോധിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്തിടാൻ പാടില്ല. ഇത് ജീവനക്കാരുടെ സംഘടനയ്ക്കാണ് തോന്നേണ്ട കാര്യം. എന്താ തെറ്റായ കാര്യം ആര് കാണിച്ചാലും അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നല്ലേ ആ സംഘടനകൾ പറയേണ്ടത്. തെറ്റായ കാര്യം വളരെ ചെറിയൊരു വിഭാഗമായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ജീവനക്കാർ ഉത്തരവാദിയാണോ? അല്ലല്ലോ. അതുകൊണ്ട് ആ സംഘടന എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടു. ഇത് ആ ഒരു വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ കൺസേൺഡ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരത് ചോദിച്ച് അതിലെടുക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ഇതിനകത്ത് എല്ലാവർക്കും ഒരു യോജിപ്പുണ്ടല്ലോ. തെറ്റായി ഇങ്ങനെ ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടേണ്ട സഹായത്തെ തടയാൻ വേണ്ടി നിലപാടെടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത് തെറ്റായി നമ്മൾ വേറെ ഒരാൾ എടുക്കാൻ പാടില്ല. അത് തെറ്റാണ്. കോട്ടക്കൽ പോലെ മറ്റ് മുനിസിപ്പാലിറ്റികളുണ്ട് അങ്ങനെ. ഞാൻ ആ കോട്ടക്കലിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു മുനിസിപ്പാലിറ്റി ഞാൻ പറഞ്ഞില്ല. അതിപ്പം ഏത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലും എടുത്താലും തെറ്റായ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. അവർ തന്നെ വാസ്തവത്തിൽ ഇത്തരം സംഭവങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾക്കിത് വാങ്ങേണ്ടതില്ല എന്ന് സ്വയം തോന്നേണ്ട ഒരു കാലമാണ്. കാരണം അത്രയേറെ ആളുകൾ വാങ്ങുന്നതിനകത്ത് തെറ്റായിട്ട് പലരും കടന്നു വരാം. അത് പരിശോധിക്കപ്പെടും, സാമൂഹ്യമായി നോക്കും. നിങ്ങളുടെ പഞ്ചായത്ത് വാർഡിൽ ഉള്ള ആളുകൾ ചെറിയ നമ്പറല്ല. ഒരു അസംബ്ലി മണ്ഡലമൊക്കെ വരുമ്പോൾ 40,000 45,000 പേര് പെൻഷൻ വാങ്ങുന്നുണ്ടാവും. അല്ലെങ്കിൽ കേരളത്തിലാകെ വന്ന 62 ലക്ഷം പേര് വാങ്ങുന്നുണ്ടാവും. അതിനകത്ത് ചെറിയ തെറ്റുകളുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് നോക്കേണ്ടതാണെന്നേ ഉള്ളൂ. ക്ലീൻ ചെയ്തെടുക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇത് പൊതുവിൽ എല്ലായിടത്തും പരിശോധിക്കുന്നത്. ഇത് പുതിയൊരു കാര്യമല്ല. ഇതിപ്പോൾ വന്നതുകൊണ്ടും നിങ്ങൾ റിപ്പോർട്ട് കണ്ടതുകൊണ്ടാണ്. സാധാരണ ആ പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധനയും മസ്റ്ററിങ് അതാണ്. മരിച്ചുപോയ ആളുകൾ പലപ്പോഴും മസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പണം പൊയ്ക്കൊണ്ടിരിക്കും. അതിനൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി, ഈ വകുപ്പുകൾ ആണ് നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. ഈ വകുപ്പുകൾക്ക് ഈ ലിസ്റ്റും പേര് വിവരങ്ങളൊക്കെ കൈമാറിയോ? ഇത് അതത് വകുപ്പുകളോടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതങ്ങോട്ട് കൈമാറാൻ വേണ്ടി ഫയൽ പോയിട്ടുണ്ട്.
അപ്പൊ അതിൽ ഒരു നടപടി കൃത്യമായി ഉണ്ടാകുന്നു എന്ന് ധനവകുപ്പ് അതിന്റെ തുടർച്ചയായിട്ട് ആ കാര്യം ഉറപ്പുവരുത്തും. അതവർ നോക്കുമല്ലോ. ശക്തമായ നടപടി ഉണ്ടാകും, അത് ഉറപ്പുവരുത്തുമെന്നുള്ളതാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ തട്ടിപ്പിനെ കുറിച്ച് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം എത്ര പേർ കൃത്യമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നോ അവരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള തുക എത്രയാണെന്നോ അത് പിടിച്ചെടുക്കുമോ നടപടി ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ അദ്ദേഹം നൽകിയില്ല. നേരത്തെ സൂചിപ്പിച്ചത് കടപ്പുറം ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു വൈകല്യത്തോടെ ജനിക്കാനിടയായ സംഭവമാണ്. ആ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വിദഗ്ധ സംഘം കുഞ്ഞിനെ പരിശോധിച്ചു. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നിഷ ചേരുന്നു വിവരങ്ങളുമായി. നിഷ, ഈ കുഞ്ഞിനെ പരിശോധിച്ച ശേഷം വിദഗ്ധ സംഘം എന്താണ് മാതാപിതാക്കളെ അറിയിച്ചത്? ഈ ചികിത്സാ രേഖകളൊക്കെ പരിശോധിച്ച ശേഷം ആശാവഹമാണോ? ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഇന്ന് രാവിലെ 11 മണിയോടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഈ കുഞ്ഞിനെ പരിശോധിച്ചത്. നിലവിൽ കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ. മാതാപിതാക്കളോട് കുഞ്ഞിന്റെ നിലവിലെ ഒരു അവസ്ഥയെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. മാത്രമല്ല ഈ ഗർഭകാലത്ത് നടത്തിയ പരിശോധനകളടക്കം അതേക്കുറിച്ചൊക്കെ കുഞ്ഞിന്റെ അമ്മയോടും അച്ഛനോടും വിദഗ്ധ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും തുടർ ചികിത്സ ഏത് രീതിയിൽ പോകണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ആലപ്പുഴയിൽ തന്നെ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാം എന്ന ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നും കുഞ്ഞിന്റെ പിതാവ് അനീഷ് മുഹമ്മദ് പറയുന്നുണ്ട്. ആ വിദഗ്ധത്തിന്റെ പരിശോധനയിൽ തൃപ്തിയുണ്ടെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് സഹായമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് കുഞ്ഞിന്റെ കുടുംബം പ്രതികരിച്ചത്. എന്തായാലും ഈ കുഞ്ഞിന്റെ ചികിത്സ സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം വിശദമായി തന്നെ പരിശോധിച്ച് ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്നും വിദഗ്ധ സംഘം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും തുടർ ചികിത്സ ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യത്തിലേക്കൊക്കെ വരിക. എന്തായാലും ഈ കുഞ്ഞിന്റെ അമ്മ സുറുമി ആലപ്പുഴ ഡിവൈഎസ്പിക്കും ഈ സ്കാനിംഗ് സെന്റർ അടക്കമുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലൊക്കെ അന്വേഷണം നടത്തും. ഇതിനായി ഈ ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബു കുടുംബത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇന്നിപ്പോൾ രാവിലെ ഇവർക്ക് ഇവിടെ ഈ ആശുപത്രിയിൽ കുഞ്ഞുമായി വരണമായിരുന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഡിവൈഎസ്പി ഓഫീസിൽ ഇവർ ഈ ചികിത്സ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കും. പിന്നീടായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുക. കുഞ്ഞിന്റെ ആരോഗ്യനില നിലവിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നു എന്നാണ് വിദഗ്ധ സംഘം പരിശോധിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. ഈ വിദഗ്ധ സംഘം ഈ കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിക്കുന്നതിന് വേണ്ടി മാത്രമാണോ വന്നത്, അതോ ഇതെങ്ങനെ സംഭവിച്ചു, എവിടെ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നുകൂടി അവർ തിരക്കിയിട്ടുണ്ടോ? തന്നെയാണ്. അതായത് 2 ലാബുകളിൽ ആലപ്പുഴ ജില്ലയിലെ 2 സ്വകാര്യ ലാബുകളിലാണ് ഈ കുഞ്ഞിന്റെ അമ്മ ഗർഭകാലത്തിന്റെ ആദ്യഘട്ടം മുതൽ സ്കാനിങ്ങിന് വിധേയമായത്. 7 തവണ സ്കാനിങ് നടത്തിയെന്നവർ പറയുന്നുണ്ട്. ഈ ലാബുകളിലെ പരിശോധനാ റിപ്പോർട്ട് അടക്കമുള്ളവ പരിശോധിക്കുകയും ലാബിലെ ഡോക്ടർമാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഡോക്ടർമാരിൽ നിന്നുമൊക്കെ വിദഗ്ധ സംഘം കാര്യങ്ങൾ ചോദിച്ചറിയും. ലാബുകളിലും ഇവർ പരിശോധന നടത്തും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി കുഞ്ഞിനെ പരിശോധിച്ചു. ആദ്യം അവർ ചെയ്ത കാര്യം അതാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി കുഞ്ഞിനെ വിശദമായി തന്നെ പരിശോധിച്ചു. കുഞ്ഞുമായി സുറുമിയും അനീഷും 11 മണിയോടുകൂടി തന്നെ ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. അവിടെ വെച്ചാണ് കുഞ്ഞിനെ വിശദമായി തന്നെ പരിശോധിച്ചത്. തുടർന്ന് ഇവർ ഈ ലാബുകളിലും പോയി പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, മാതാപിതാക്കൾ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്.